വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് രാമേശ്വരവും അതുപോലെ തന്നെ കോദണ്ഡരാമർ ടെമ്പിളും രാമസേതുവിനെ പറ്റിയും അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച അത്ഭുത കല്ലിനെ പറ്റിയൊക്കെയാണ്. വീഡിയോ കാണാത്തവർ കഴിഞ്ഞ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കും. അതിന്റെ ഏകദേശം ഒരു കണ്ടിന്യൂറ്റിയാണ് ഇത്. നമ്മളിപ്പോ രാമേശ്വരവും അതുപോലെ തന്നെ കോദണ്ഡരാമർ ടെമ്പിളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോ ധനുഷ്കോടിയാണ് കവർ ചെയ്യാൻ പോകുന്നത്. ധനുഷ്കോടിക്ക് ഇനി 0.1 കിലോമീറ്റർ ആണ്. ബോർഡ് നമുക്ക് കാണാം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ധനുഷ്കോടിയിലെ ഓൾഡ് സിറ്റിയാണ്. ഗോസ്റ്റ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന പ്രകൃതി ദുരന്തത്താൽ ശവപ്പറമ്പായി മാറിയ പഴയ ധനുഷ്കോടി സിറ്റി. ഇവിടെ ഇപ്പോൾ കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ കാണാം. കൂടുതൽ ഇതുകൊണ്ട് പേളിന്റെ കടകളും അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളും അങ്ങനെയുള്ള ചെറിയ ചെറിയ കടകളാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആയ ധനുഷ്കോടിക്ക് ഒരു ദുരന്ത കഥയാണ് ഇപ്പോൾ പറയാനുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ദുരന്ത കഥയിലെ നശിപ്പിക്കപ്പെട്ട ഒരു പള്ളിയാണ്. മെട്രോപൊളിറ്റൻ സിറ്റികളിലെ പോലെ തിരക്കും ആഡംബര കാഴ്ചകളും ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഒരു ദുരന്തശേഷിപ്പായിട്ടുള്ള ഇവിടുത്തെ ഓൾഡ് സിറ്റി ഇപ്പോൾ ഗോസ്റ്റ് സിറ്റി എന്നും ചിലർ പറയപ്പെടുന്നു. 1964 വലിയൊരു ചുഴലിക്കാറ്റിനെ തുടർന്ന് കടൽ കയറി നശിപ്പിക്കപ്പെട്ട നഗരമാണ് ധനുഷ്കോടി. ഈ വിപത്തിൽ ഏകദേശം 2000-ഓളം ആളുകൾ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ പൊളിഞ്ഞ പള്ളിയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അവിടെ ഇഷ്ടികയും കട്ടകളും മാത്രമൊന്നുമല്ല, അവിടെ കടൽ പുറ്റുകളും ഒക്കെ വെച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. പള്ളി പൊളിഞ്ഞ അതേ നിലയിലാണെങ്കിലും ഇപ്പോൾ ആൾത്താരെയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴും ഇവിടെ. ഒരു കാലത്ത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ധനുഷ്കോടി. പള്ളികൾ, ക്ഷേത്രങ്ങൾ, സ്കൂളുകൾ, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രകൃതി ദുരന്തത്താൽ നശിപ്പിക്കപ്പെട്ട ഇവിടെ അതിൻ്റെ ചില അവശേഷിപ്പുകൾ മാത്രമാണ്. രാമായണ കഥയിലെ ഒരു പ്രധാന സ്ഥലമായിരുന്നതിനാൽ ധാരാളം ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരുന്ന സമയത്താണ് 1964 ഡിസംബർ 22 ഒരു വലിയ ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. 170 മൈൽ വരെ വേഗത്തിൽ വീശിയടിച്ച കാറ്റിൽ നഗരം മുഴുവൻ തകർന്നടിഞ്ഞു. 7 മീറ്റർ ഉയരത്തിൽ അടിച്ച തിരയിൽ അന്നു നശിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുമായി ഒറ്റപ്പെട്ട നിലയിൽ ഒരു പ്രേതാലയം പോലെയാണ് ഇപ്പോൾ ഇവിടം. 2000-ഓളം ആളുകളുടെ മരണം ഈ അത്ഭുത നഗരിയെ ഒരു ശവപ്പറമ്പാക്കി എന്ന് തന്നെ പറയാം. മദ്രാസ് സർക്കാർ മനുഷ്യവാസത്തിന് പറ്റിയ സ്ഥലമല്ല എന്ന ലേബലും ധനുഷ്കോടിക്ക് നൽകി. ഒരുപാട് പേരുടെ സന്തോഷവും ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും എല്ലാം തകർന്നടിഞ്ഞ സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വിഷമം എന്തായാലും ഉണ്ടാകും. വല്ലാത്തൊരു ഫീലാണ്. ഇവിടുത്തെ കാറ്റിന് പോലും മരണത്തിന്റെ ഗന്ധമുണ്ടോ എന്ന് തോന്നും. ഇവിടെ താമസിക്കുന്നവർ പറയുന്നത് രാത്രികാലങ്ങളിൽ ഇവിടെ ശബ്ദങ്ങളും കരച്ചിലുകളും തേങ്ങലുകളും ചിലപ്പോഴൊക്കെ വലിയ ശബ്ദത്തിലുള്ള അലർച്ചയും ഒക്കെ ഈ സ്ഥലത്ത് നിന്നും സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടെന്നാണ്. അത് അന്ന് മരിച്ചവരുടെ ആത്മാക്കളാണെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അവരുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, പകല് പോലും ഇവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് അനുഭവപ്പെടുന്നത്. സജീവമായ ഒരു പട്ടണവും ജീവജാലങ്ങളും ഒരു രാത്രി കൊണ്ട് ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷം കുറെ ആളുകൾ ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവര് മത്സ്യബന്ധനം മാത്രം തൊഴിലായിട്ട് സ്വീകരിച്ച് ഇവിടെ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. മമ്മൂട്ടിയുടെ ഭിത്തിയൊക്കെ ഇവിടെ ആണ് ഷൂട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗോസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ നടുക്കൂടാണ് നമ്മൾ ഈ കാണുന്ന റോഡ് ഇപ്പോൾ പോകുന്നത്. ധനുഷ്കോടിയുടെ എൻഡ് ഭാഗത്തേക്ക് നമുക്കിനി പോവാം. ധനുഷ്കോടിയിലോട്ട് നടന്നു പോവാണ്. ഒറ്റ ലിഫ്റ്റ് കിട്ടിയിട്ടില്ല. നല്ല പൊരിഞ്ഞ വെയിലാണ്. കണ്ട ഫ്രണ്ടിലേക്ക് പോകാൻ ഇത്രയും ദൂരം കൂടെ ഉണ്ട്.
ഒരുപാട് സമയം നടന്നതിന് ശേഷം ഇപ്പം നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയും വേഗം നമുക്ക് അവിടെ എത്തണം, കാരണം രാത്രിക്ക് മുമ്പ് തിരിച്ച് ഇറങ്ങേണ്ടതാണ്. ഇതിന്റെ പേരെന്താണ്? പേര് നാഗനാഥ്. എന്നെ പേര് കടൽ വണ്ടി ഡ്രൈവറാ? നമ്മളങ്ങനെ ധനുഷ്കോടിയുടെ എൻഡ് ഭാഗത്തെത്തി. ഇവിടെ റോഡ് അവസാനിക്കുകയാണ്. രണ്ട് കടല് തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലമാണിത്. ഇതൊരു കടല്, ഇത് ഇന്ത്യൻ ഓഷൻ ആണെന്ന് തോന്നുന്നു. ഇത് ആ കരയുടെ അങ്ങേ അറ്റത്ത് കുറച്ച് വിൻഡ് മില്ല് കണ്ടില്ലേ, അത് ശ്രീലങ്കയാണ്. ഇവിടുന്ന് ഏകദേശം 18 കിലോമീറ്റർ മാത്രമേ ശ്രീലങ്കയ്ക്കുള്ളൂ. വഴിയരികിൽ നല്ല ഫ്രഷ് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ വിൽക്കുന്നത് നമുക്ക് കാണാം. ഒരുപാട് ആളുകളുണ്ട്, നല്ല ക്രൗഡാണ് ഇവിടെ, നല്ല വെയിലുണ്ട്. പക്ഷെ ഒരുപാട് ടൂറിസ്റ്റുകളും കോളേജിൽ നിന്നും സ്കൂളുകളിൽ നിന്നും അല്ലാതെ ഒക്കെ വന്നിട്ടുള്ള ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ വന്ന് ഒരുപാട് വലിയൊരു ക്രൗഡ് തന്നെ ഉണ്ട് ഇവിടെ ഇപ്പോൾ. അതിശയിപ്പിക്കുന്ന കാഴ്ചകളെ ഭൂമിയിൽ ഇങ്ങനെ ഒരു ഇടം ഉണ്ടോ എന്ന് പോലും സംശയിപ്പിക്കുന്ന വിധത്തിൽ വിസ്മയിപ്പിക്കുന്ന സ്ഥലമാണ് ധനുഷ്കോടി. നമുക്കിപ്പോൾ ഇവിടെ ഒരു അശോക സ്തംഭത്തിന്റെ ഇതൊക്കെ കാണാം. ഇവിടെയാണ് റോഡ് അവസാനിക്കുന്നത്. ഇനി അങ്ങോട്ട് ഫുള്ള് കടലാണ്. ഇവിടെ നിന്ന് കൃത്യമായിട്ട് തന്നെ കാണാം രണ്ട് കടലുകൾ, ഒന്ന് ബംഗാൾ ഉൾക്കടലും ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രവും കൂടിച്ചേരുന്ന സ്ഥലമാണിത്. ഭയങ്കര രസമുള്ളൊരു കാഴ്ച തന്നെയാണിത്. രാമായണത്തിലെ രാമനും സീതയും ലക്ഷ്മണനും രാവണനും രാമസേതുവുമെല്ലാം ധനുഷ്കോടി എന്ന ഈ സ്ഥലത്തിന് മാറ്റു കൂട്ടുന്നു എന്ന് പറയുന്നതാവും ശരി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള കരഗതാഗതത്തിനുള്ള ഏക അതിർത്തി കൂടിയാണിവിടെ. ധാരാളം തീർത്ഥാടകർക്കും വ്യാപാരികൾക്കും ഒരു പ്രധാന തുറമുഖം കൂടിയായിരുന്നു ഇത്. ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ആ ഭാഗത്തായിട്ട് ഒരുപാട് ആളുകൾ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം. ഒരുപാട് ക്രൗഡ് ഉണ്ട് അവിടെ. പുരാണവുമായി ഈ സ്ഥലത്തിന് ഏറെ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. സീതാദേവിയെ രക്ഷിക്കാൻ എത്തിയ ശ്രീരാമ ലക്ഷ്മണന്മാർ ലങ്കയിലേക്ക് പോകാൻ നിർമ്മിച്ച രാമസേതു എന്ന പാലം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. സീതയെ രക്ഷിച്ചതിന് ശേഷം വിഭീഷണന്റെ അഭ്യർത്ഥന പ്രകാരം ശ്രീരാമൻ തന്റെ വില്ലുകൾ ഉപയോഗിച്ച് പാലം നശിപ്പിച്ചു കളഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ധനുഷ്കോടി എന്ന് പേര് വന്നത്. രാമേശ്വരം ദ്വീപിന്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒരുമിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ്. ഭൗമശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും പറയുന്നതനുസരിച്ച് രാമസേതുവിലെ പാറകൾക്ക് 7000-ത്തിലധികം വർഷങ്ങൾ പഴക്കമുണ്ട്. എന്നാൽ മണൽത്തിട്ടകൾക്ക് ഏകദേശം 4000 വർഷങ്ങൾ പഴക്കമാണുള്ളത്. രാമസേതുവിന്റെ നീളം ഏകദേശം 48 കിലോമീറ്റർ ആണ്. ഈ ഭാഗത്ത് കടലിന് ആഴം വളരെ കുറവാണ്. രാമസേതു പാലം 1964 വരെ കാണാൻ കഴിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴത് വെള്ളത്തിന്റെ അടിയിലാണ്. ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ മണൽത്തിട്ടകളിൽ കല്ലുകൾ ഇരിക്കുന്നതായി നാസയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മദ്രാസ് യൂണിവേഴ്സിറ്റിയും അണ്ണാ യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയ പഠനമനുസരിച്ച് 18400 വർഷങ്ങൾക്ക് മുമ്പാണ് രാമസേതു രൂപപ്പെട്ടത്. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫോർമേഷൻ സർവീസും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും ചേർന്നാണ് പഠനത്തിന് ധനസഹായം നൽകിയത്. 2004 സുനാമി പോലുള്ള ദുരന്തങ്ങളൊന്നും ബാധിക്കാത്ത ഗൾഫ് ഓഫ് മന്നാർ പ്രദേശത്തിന്റെ ഭൂതകാലം കണ്ടെത്തുന്നതിനാണ് പഠനം നടത്തിയത്.
വളരെ പൊരിഞ്ഞ വെയിലാണ്, നിൽക്കാൻ പറ്റാത്ത ചൂടും വെയിലുമാണ്. എപ്പിസോഡിൽ കണ്ട പോലെ ഇവിടെയും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രാമസേതുവിന്റെ അവശിഷ്ടം എന്ന് നമ്മൾ പറയപ്പെടുന്ന കല്ലുകൾ ഇവിടെയും കാണാൻ സാധിക്കും. രസമുള്ള പ്ലേസ് ആണ്. ഒരുപാട് സമയം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തു, ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അവിടുന്ന് ഇപ്പം വെള്ളം ഒരുപാട് അകത്തോട്ട് കയറുന്നുണ്ട്. ആ സമയത്ത് അവിടുന്ന് വിസിലടിച്ച ആളുകളെ മാറ്റുന്നുണ്ട്. രണ്ട് കടലും ചേരുന്ന ആ ഭാഗം നമുക്ക് കൃത്യമായിട്ട് രണ്ട് കളറായിട്ട് തന്നെ അത് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഭയങ്കര രസമാണ് ഇവിടെ നിൽക്കാൻ. ഈ സമയത്ത് പോകാനേ തോന്നുന്നില്ല, പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നടന്നുകൂടെ പോകുന്നതുകൊണ്ട് എത്രയും വേഗം പോകാനുള്ള പരിപാടി നോക്കണം. നിങ്ങളിപ്പോ വിചാരിക്കും ഇവൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ നേരമായല്ലോ, പക്ഷെ ഒരു രക്ഷയില്ല. കണ്ടില്ലേ, രണ്ട് കടലും കൂടി ഇങ്ങനെ ഒരുമിക്കുന്ന സ്ഥലം ഭയങ്കര രസമാണ്. കുറെ സമയം കൂടി ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തു. അടിപൊളി വൈബാണ്. കുട്ടികളൊക്കെ ഇവിടെ ഓരോന്നൊക്കെ ഇങ്ങനെ മണ്ണിൽ ഉണ്ടാക്കുന്നുണ്ട്. നല്ല രസമുണ്ട്, അടിപൊളി. കുറെ പേരുണ്ടാക്കുന്നുണ്ട്, കുട്ടികൾ മാത്രമല്ല വലിയവരും. കുട്ടി ഇടയ്ക്ക് ക്യാമറ എടുക്കുന്ന കണ്ടിട്ട് ഭയങ്കര ഇതായി. എന്തായാലും ഇവിടെ വരെ വന്ന കുറച്ച് ഫോട്ടോ എടുക്കാതെ എങ്ങനെയാ പോകുന്നത്. അതുകൊണ്ട് കുറേ ഫോട്ടോ എടുത്തു, കുറച്ച് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, അവിടുത്തെ മൊമെന്റ്സും ഒക്കെ ഭയങ്കര രസമായിരുന്നു. നമുക്കിനി ഒട്ടും സമയം കളയാനില്ല, എത്രയും വേഗം പോകണം. കാരണം നൈറ്റ് ഇവിടെ അലൗഡ് അല്ല, നടന്നാണ് പോകുന്നത്. ലിഫ്റ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. നൈറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യാസ്തമനമൊക്കെ നമുക്ക് കാണാം, ഭയങ്കര രസമാണ്. ലൈറ്റ് താഴ്ന്നോറും ഇവിടെ ഭയങ്കര വേറെ ഏതോ ഒരു ലോകത്ത് എന്നൊരു ഫീലാണ് കേട്ടോ സത്യത്തിൽ. ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ട്രാവൽ ചെയ്യുന്ന ആളാണെന്ന് കണ്ടിട്ട് അവർ നിർത്തി ഇങ്ങോട്ട് ചോദിച്ചാണ് വരുന്നതെന്നൊക്കെ. ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, പുള്ളിക്കാരൻ, ആ ബാക്കിലിരിക്കുന്ന പുള്ളിക്കാരൻ ഒരു ഫിലിം അസോസിയേറ്റ് ഡയറക്ടറും ആർട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് മലയാള സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്.
അപ്പോൾ കുറച്ച് സമയം സിനിമാ കാര്യങ്ങളും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാനും ആ ഒരു മൊമെന്റിലേക്കൊക്കെ പോകാൻ സാധിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും രാമേശ്വരം ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇനി രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ യാത്ര തുടരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങോട്ടാണെന്നൊന്നും യാതൊരു പ്ലാനും ഇല്ല. ബാക്കിയുള്ള യാത്രാ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്താം. തുടർന്നുള്ള എപ്പിസോഡുകളിലൂടെ എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേരും. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.